പ്രതിപക്ഷ ഉപനേതൃ പദവി CPIക്ക് നൽകില്ല. KN ബാലഗോപാൽ ഉപനേതാവാകും. ഉപനേതാവ് ആരാകണം എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം CPMനുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കീഴ്വഴക്കങ്ങൾ മറക്കരുതെന്നും CPIയെ CPM സംസ്ഥാന സെക്രട്ടറി ഓർമ്മപ്പെടുത്തുന്നു. പ്രതിപക്ഷ ഉപനേതൃ പദവി വിട്ടുകൊടുക്കില്ലെന്ന കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് CPM. KN ബാലഗോപാൽ ഉപനേതാവാകും. ഉപനേതാവ് ആരാകണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം CPMനുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വീണ്ടും നിലപാട് വ്യക്തമാക്കിയതോടെ കടുത്ത വെട്ടിലായിരിക്കുകയാണ് CPI. മുൻ കീഴ്വഴക്കങ്ങൾ മാറ്റാൻ തയ്യാറല്ലെന്നുകൂടി തുറന്നു പറഞ്ഞാണ് CPIയുടെ ഉപനേതൃ പദവി ആവശ്യത്തിന് മേൽ CPM ഏറ്റവും ഒടുവിലായി വീണ്ടും വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നത്. അല്ല, പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. കാര്യങ്ങളൊക്കെ നല്ലപോലെ തുറന്നു കാണിച്ച് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം നല്ലതുപോലെ നിർവഹിക്കാൻ ഈ രണ്ട് സമ്മേളനത്തിൻ്റെയും ഭാഗമായിട്ട് സാധിച്ചല്ലോ. മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു മാസം കൊണ്ട് ഇതുപോലെ ഇത്ര ജനവിരുദ്ധമായ നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തുറന്നു കാണിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗവൺമെൻറ് ചരിത്രത്തിലുണ്ടായിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തെ അടക്കം രംഗത്തിറക്കി നീക്കങ്ങൾ നടത്തിയ CPIക്കും ബിനോയ് വിശ്വത്തിനും CPMന്റെ പുതിയ തീരുമാനത്തിനെതിരെ നീങ്ങേണ്ടി വരും. ഉപനേതൃ പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ലെന്ന് CPIക്ക് നന്നായി അറിയാം. അതിനാൽ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച് CPMുമായി ചേർന്നുള്ള പ്രത്യക്ഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തുടരാനാണ് CPI തീരുമാനം. പ്രതിപക്ഷ ഉപനേതാവായി KN ബാലഗോപാലിനെ നിശ്ചയിച്ച് CPM മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മുന്നണി ബന്ധത്തിൽ വലിയ ഉലച്ചിലുണ്ടാകാനുള്ള സാധ്യതയും ഏറിക്കഴിഞ്ഞു. തർക്കത്തെ തുടർന്ന് സംയുക്ത നിയമസഭാ കക്ഷിയോഗം വിളിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണി കടന്നുപോകുന്നത്. ജനം, തിരുവനന്തപുരം.